ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ജെൻഡർ ആൻഡ് സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റില് നമ്മൾ സെക്കൻഡ് ക്ലാസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇതിനെ കുറിച്ചൊക്കെയായിരുന്നു. ജെൻഡർ ഹൈറാർക്കിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് വർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. വർക്കിൽ, അതായത് നമ്മുടെ തൊഴിൽ മേഖലകളിൽ സ്ത്രീ പുരുഷ അനുപാതം എങ്ങനെയാണ്, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ പ്രാതിനിധ്യം കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജെൻഡറും അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് വർക്ക് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ്. അതായത് ഇന്ത്യയിൽ ജെൻഡർ വർക്ക് അല്ലെങ്കിൽ ജെൻഡർ ഇനിക്വാളിറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കാം. Write a note on work participation of women in paid work in general and India in particular. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് ഇതിൽ നിന്ന്. ജെൻഡർ ആൻഡ് അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് വർക്ക് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. റൈറ്റ് എ നോട്ട് ഓൺ വർക്ക് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ ഇൻ പെയ്ഡ് വർക്ക് ഇൻ ജനറൽ ആൻഡ് ഇന്ത്യ ഇൻ പർട്ടിക്കുലർ. അപ്പോൾ ഇന്ത്യയിലുള്ള വുമൻസിന്റെയും അതുപോലെ തന്നെ ജെൻസിന്റെയും വർക്ക് പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്നുള്ളത്, സ്ത്രീകൾക്കാണോ അതോ പുരുഷന്മാർക്കാണോ കൂടുതൽ ജോലി സാധ്യത, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കണം. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. നമുക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസറുകളൊക്കെ എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് പറയാം, ഈ ഒരു ജെൻഡറിൽ വരുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തൊഴിൽ മേഖലകളിൽ ഒരുപോലെയല്ല പ്രാതിനിധ്യം ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു എന്താണ് പറയാ, കുറച്ചുകൂടെ അപകട മേഖലകളിൽ ഉള്ള ജോലികൾക്ക് സ്ത്രീകൾക്ക് അധികം അവസരങ്ങൾ ലഭിക്കാറില്ല അല്ലെ. പ്രത്യേകിച്ച് നാവിക സേനയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലാണെങ്കിലും കുറച്ചധികം റിസ്ക് ഉള്ള മേഖലകളിലൊന്നും സ്ത്രീകൾക്ക് ജോലി സാധ്യതകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ അങ്ങോട്ടേക്ക്, അതായത് അപകട മേഖലകളിലുള്ള തൊഴിലിലേക്ക് വിടാനായിട്ട് വീട്ടുകാർക്കും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാമൂഹികമായിട്ടുള്ള സപ്പോർട്ടും കുറവാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വർക്കിന്റെ കാര്യത്തിൽ ജെൻഡർ ഇനിക്വാലിറ്റിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്ക് എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള മേഖലകളാണ് എപ്പോഴും ജോലിക്ക് വേണ്ടി നമ്മുടെ സമൂഹം തെരഞ്ഞെടുത്തു കൊടുക്കുന്നത്. വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് തൊഴിലുകളൊന്നും സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് താല്പര്യമില്ല. അപ്പൊ അതൊക്കെ നോക്കാം നമുക്ക്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ഇന്ത്യസ് ഗ്രേറ്റ് ഗ്യാപ്പ് ഇൻ വൈഡ് വിത്ത് വുമൻ അക്കോർഡിംഗ് ടു ഫോർ എ ലാർജ് നമ്പർ ഓഫ് legislatures, senior officers and managers as well as professionals and technical workers. For the first time in recent years, the VEF report emphasized that continuing efforts will be required to achieve parity of environment, economic opportunity and participation. Despite the fact and many firms now have a diversity and inclusion mandate, hiring women remains tough. അപ്പോൾ നമ്മൾ പറഞ്ഞു, പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് വളരെയധികം ജോലി സാധ്യതകൾ കുറവായിരുന്നു. സ്ത്രീകളെ ജോലിക്ക് വിടാനും അവരെ പഠിക്കാൻ വിടാനും ഒന്നും സമൂഹത്തിനും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലക്രമേണ സ്ത്രീകളും കൂടെ ജോലിക്ക് പോകണം എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വ്യവസായ വിപ്ലവത്തിനൊക്കെ ശേഷമാണ് സ്ത്രീകൾക്കും കൂടെ ഇത്തരത്തിലുള്ള ജോലി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗങ്ങളിലേക്ക് സ്ത്രീകൾ കൂടുതൽ കടന്നു വരാനായിട്ട് തുടങ്ങിയതുമൊക്കെ ഈ ഒരു വ്യവസായ വിപ്ലവത്തിന്റെ ആ സമയ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പൊ അതിനുശേഷം സ്ത്രീകൾ പഠനത്തിൽ മുൻപന്തിയിൽ എത്താൻ തുടങ്ങി. അതുപോലെ തന്നെ പല നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പഠനങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി, അവരുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ ലോസും കാര്യങ്ങളും പോളിസീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് വളരെ അനുയോജ്യമായിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നും സ്ത്രീകളുടെ അവസ്ഥ ദയനീയമാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം സ്ത്രീകൾക്ക് ജോലിക്ക് പോകാത്ത അവസ്ഥ വരാറുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഒരുപാട് ജീവിത പ്രതിസന്ധികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രായമായവരെ നോക്കാനൊക്കെ ആയിട്ട് സ്ത്രീകൾക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ കരിയർ ഗ്രോത്തിനൊക്കെ അത് വളരെയധികം ബാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ആൻസർ എഴുതാമേ. ഇനി സർവീസ് സെക്ടർ ആൻഡ് വുമൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് സർവീസ് സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നഴ്സിംഗ് അതുപോലെ തന്നെ പോലീസ്, ഇതൊക്കെ സർവീസ് സെക്ടർ ആണ്. ഇതിൽ വുമൻസിന്റെ പാർട്ടിസിപ്പേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മെനി കൺട്രീസ് ഹാവ് ടേക്കൺ സ്റ്റെപ്സ് ഓവർ ടൈംസ് ടു ഇംപ്രൂവ് ജെൻഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ workforce through various affirmative action measures. In many nations, women are given equal possibilities in government occupations and some business jobs as their male colleagues. അപ്പോൾ നമ്മുടെ സർവീസ് സെക്ടറിൽ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കും ഒരുപാട് പ്രാധാന്യം കൊടുക്കാൻ അല്ലെങ്കിൽ ഇക്വാലിറ്റി കൊടുക്കാനായിട്ട് പല രാജ്യങ്ങളും ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില രാജ്യങ്ങളൊക്കെ അതിൽ വിജയിക്കാറുണ്ട്, ചില രാജ്യങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകാറുണ്ട്.
എന്നാൽ പോലും പണ്ട് കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ മെൻസ് ആണെങ്കിലും വുമൻസ് ആയിട്ടുള്ള കൊളീഗ്സിനെ അവർ ഇക്വാളിറ്റിയിൽ നോക്കി കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ വരുന്നത് എംപവറിംഗ് വുമൺ ഇൻ റൂറൽ ഏരിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് റൂറൽ ഏരിയയിൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ പറഞ്ഞു അല്ലെ. നഗരപ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള വ്യവസായശാലകൾ, കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതും വിദ്യാഭ്യാസം വളരെ കുറവുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറച്ച് പോളിസീസ് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതെന്താണ്? ഒന്നെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. അതായത് നമ്മൾ തൊഴിലുറപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. On October 2nd, 2009, the National Rural Employment Guarantee Act was emerged, renamed that Mahatma Gandhi National Rural Employment Guarantee Act, which was approved by legislation on August 25, 2005. The act intends to prove livelihood establish given in the rural India, women's engagement has expanded dramatically given the empowerment has made the following key points. അപ്പോൾ ഗ്രാമമേഖലയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണ് കേട്ടോ. ആ പേര് ഓർത്തിരുന്നോളൂ. അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് MGNREGA എന്നാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു ആക്ട് എന്ന് കൊണ്ടുവന്നത് ഈ ഒരു ഗ്രാമീണ മേഖലകളിലെ വിദ്യാഭ്യാസം അധികമില്ലാത്ത, എന്നാൽ കുടുംബത്തിന് വേണ്ടിയിട്ട് മറ്റ് ജോലികൾക്കൊന്നും പോകാൻ സാധിക്കാത്ത, ദൂരദേശങ്ങളിൽ ജോലിക്ക് പോകാൻ സാധിക്കാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സ്ത്രീകൾ തൊഴിലുറപ്പ് ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ജോലി ലഭിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ ഒരു വരുമാനം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാകുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഈ ഒരു കൂലി വേലയൊന്നും കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം സ്ത്രീകളെക്കാൾ കൂടുതൽ ആരോഗ്യവും അതുപോലെ തന്നെ അധ്വാന ശേഷിയുമുള്ളത് പുരുഷന്മാർക്കാണെന്നുള്ള ചിന്തയിൽ പല ആളുകളും പുരുഷന്മാരെ മാത്രമേ ഈ ഒരു കൂലിപ്പണി പോലെയുള്ള ജോലികൾക്കൊക്കെ വിളിക്കുമായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സ്ത്രീകൾക്കും കൂടെ എന്തെങ്കിലും, വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾക്കും കൂടെ എന്തെങ്കിലും ഒരു വരുമാനമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതികളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ equal pay for people in guarantee under the Mahatma Gandhi National Rural Employment Guarantee Act. Work performed by a worker is measured and wages are paid to workers in line with the state government schedule of rates. In 2006 and 2007, women held 40% of all jobs. In 2007 and 2008, they held 43% in 2008 and 2009. They held 48% in and 2009 and 10, they held 48%. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ എന്താണ്, എല്ലാ വർഷം കൂടുന്തോറും സ്ത്രീകളുടെ തൊഴിൽ പാർട്ടിസിപ്പേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 40% നിന്ന് ഒരു 2007-2008 ആയപ്പോൾ 43%, പിന്നീട് അത് 48% ഒക്കെ സ്ത്രീകളുടെ തൊഴിൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ജോബ് പാർട്ടിസിപ്പേഷൻ ഉയർന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതിയിലൂടെയൊക്കെ നമുക്ക് അത് സഹായകരമായിട്ടുണ്ടെന്നുള്ള കാര്യം എഴുതി വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ the committee notes that the Mahatma Gandhi National Rural Employment Guarantee Act has been successful in creating millions of jobs in rural India since its start in 2006-07, while it employed 2.10 million people in 2006 and 2007. It now employed 5.49 million people in 2010 and 11. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റിൽ ആദ്യ കാലഘട്ടത്തിൽ 2006-2007 ഇത് തുടങ്ങിയത്. ആ ഒരു കാലഘട്ടത്തിൽ 2.10 മില്യൺ കുട്ടികൾക്ക് അല്ലെങ്കിൽ
ജോലി അവര് ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2.10 മില്യൺ ആളുകൾക്ക് അവര് തൊഴിൽ കൊടുത്തു. അതുപോലെ തന്നെ വരുമാനം ലഭ്യമായി തുടങ്ങി. പക്ഷേ 2010-11 ആയപ്പോൾ അത് എത്ര മില്യൺ ആയി? 5.49 മില്യൺ ആളുകൾക്ക് അതൊരു വരുമാന മാർഗമായി മാറി. അപ്പം സ്ത്രീകളുടെ ജോബ് പാർട്ടിസിപ്പേഷനിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് ജെൻഡർ വർക്ക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതെന്ന് പറയുന്ന unemployment rates for women are greater than for men. Women are more likely to work in the informal economy in precious jobs and part-time jobs, yet they are still paid less than males and labor of equivalent value. Women continue to face a number of challenges when it comes to gain entry into the labor market. അപ്പോൾ ഈ ഒരു നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ജെൻഡർ ആൻഡ് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു എംപ്ലോയ്മെന്റിന്റെയും അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ജെൻസിന്റെ ഇടയിലും ഗേൾസിന്റെ ഇടയിലും അതായത് വിമൻസിന്റെ ഇടയിലും എങ്ങനെയാണ് അത് ഉള്ളത്, അതുപോലെ തന്നെ ഗേൾസിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. അത് ചിലപ്പോൾ 20 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ കൂടുതൽ നല്ല രീതിയിൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞത് ജെൻഡർ വർക്ക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതിന്റെ അകത്ത് എപ്പോഴും സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ഒരുപാട് ചലഞ്ചസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ചലഞ്ചസ് ഫേസ് ചെയ്തേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്ത്രീകള് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ പോലും എഡ്യൂക്കേഷൻ ലഭ്യമാകാനായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് പഠിക്കാനും തുടർ പഠനത്തിനും ഒക്കെ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് ഉന്നത പഠനത്തിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല, അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൂടാതെ ജോലി തേടുന്ന സമയത്താണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഓവർ ടൈം ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവർക്ക് ഫാമിലിന്റെ ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള പേരിൽ ഒരുപാട് കമ്പനികൾ സ്ത്രീകൾക്ക് കുറച്ച് പ്രാധാന്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ജോലി ഈക്വൽ ആയിട്ടുള്ള ജോലി ആണെങ്കിൽ പോലും മെൻസിനേക്കാൾ കൂടുതൽ ശമ്പളം അവർക്ക് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈക്വൽ ശമ്പളം കൊടുക്കുന്നില്ല, വളരെ കുറവ് ശമ്പളം മാത്രമേ ഗേൾസിന് കൊടുക്കുന്നുള്ളൂ. ഇന്ന് ആ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും പലയിടത്തും ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തരംതിരിവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. അപ്പൊ ഇന്നും ഒരുപാട് ചാലഞ്ചസ് വിമൻസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് അടിവരയിട്ട് നോക്കേണ്ടത്. പിന്നെ വരുന്നത് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വർക്ക് ILO എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Gender equality is debated concept. It can be defined as the freedom for all women brings to develop their personal abilities and make choices without being limited by strict gender roles, and that the different behavior, aspirations, and need of man and woman are considered, valued, and favored quality. Gender equality is the context of decent work. According to the International Labour Organization, embrace quality of opportunity and treatment, quality of registration and access to safe and healthy working environments, equality in association of collective bargaining, equality in outgoing meaningful career development. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെൻഡറിൽ അല്ലെങ്കിൽ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സാലറി നമുക്ക് ലഭ്യമാകുന്നില്ല, അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യം അവർക്ക് ലഭിക്കുന്നില്ല. നമ്മളൊരു സിനിമയുണ്ട് അല്ലെ, അതായത് സ്ത്രീകള് ഒരു വലിയ മോളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട്. അതൊരു സിനിമ, ഏത് പേരെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരുപാട് തൊഴിൽ സാഹചര്യങ്ങൾ സ്ത്രീകളുടെ ഇടയിലുണ്ട്. അതായത് പീരീഡ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് യൂറിൻ പാസ് ചെയ്യാനുമുള്ള ഒരു അവസരമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സൗകര്യങ്ങളോ പല മേഖലകളിൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസിൽ ഒന്നും ലഭ്യമാകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്നുണ്ട്. അത് അവരുടെ ഹെൽത്തിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കാറുണ്ട് അല്ലെ. പബ്ലിക്കായിട്ട് നമുക്ക് സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫെസിലിറ്റീസ് അവർക്ക് ആവശ്യമാണ്. അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് കൊടുക്കാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റിയിൽ അത് വർക്ക് പ്ലേസിലുള്ള ഇക്വാലിറ്റി അല്ല എന്നുള്ളത് നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ദ ലേബർ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റില് women's decision to work and their ability to do so are influenced by a variety of economic and social factors that interest in a complicated way the both and household
And macro levels, women all over the world, especially in India, have made educational gains and acquired new skills, and they are in demand in the market, particularly in the rising service industries. As a result of continuous progress over the previous few decades, some of the most important variables according to global evidence include educational attainment, fertility rates and marriage age, economic growth, uh, cyclical efforts, and urbanization. In addition to these concerns, social norms governing women's roles in the public sphere continue to have an impact on outcomes. Much of the debate in India about the declining patterns has centered of four important expectations. അപ്പൊ എക്സ്പ്ലനേഷൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ലേബർ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിൽ കുറച്ച് എന്താണ് കുറച്ച് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുള്ളത്. എ റൈസ് ഇൻ യങ് വുമൻസ് എഡ്യൂക്കേഷണൽ എൻറോൾമെന്റ് ആണ് ഒന്ന്. പിന്നെ ഷോർട്ടേജ് ഓഫ് ജോബ് പ്രോസ്പെക്ട്സ്, അതുപോലെ ദി ഇമ്പാക്ട് ഓഫ് വുമൻ ഹോം ഇൻകം ഓൺ ഇൻവോൾവ്മെന്റ്. Measuring India's has made a significant success in extending access to education for females in the last decades or two, as an increasing number of women of working age enroll in secondary schools. അത്രയും എക്സ്പ്ലനേഷൻസ് നമ്മുടെ ഒരു എന്താണ് ഇന്ത്യയിലെ എങ്ങനെയാണ് ഒരു ലേബർ പാർട്ടിസിപ്പേഷൻ ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇക്കണോമിക് പ്രോസസ്സിലും ഒക്കെ ഗേൾസിന്റെ പ്രാധാന്യം എത്രത്തോളം കുറവാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഓർക്കുക. പലയിടത്തും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പലയിടത്തും സ്ത്രീകൾ ഇന്നും അസമത്വത്തിലാണ് നിലനിൽക്കുന്നത്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മസ്കുലിനിറ്റി ഫെമിനിറ്റി എന്താണെന്ന് നമുക്ക് അറിയായിരിക്കും. അത് നമ്മുടെ മസ്കുലിനിറ്റി എന്ന് പറയുന്ന ആൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ, അവരുടെ സാമൂഹികപരമായിട്ടുള്ള പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടാണ് മസ്കുലിനിറ്റി നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഫെമിനിറ്റി എന്ന് പറയുന്നത് എന്താണ് സ്ത്രീകളുടെ ശാരീരികമായ പ്രത്യേകതകളും അവരുടെ സാമൂഹികമായിട്ടുള്ള പ്രത്യേകതകളും ഒക്കെ കൂടിച്ചേർത്താണ് ഫെമിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. അപ്പം ഡിഫൈൻ മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. അതെന്താണെന്നൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ദ ഡിഗ്രി ടു വിച്ച് പീപ്പിൾ perceive themselves as masculine or feminine in light of what it means to be a person in society is referred to as a femininity of masculinity. Both femininity and masculinity have social rather than biological roots. Masculinity and femininity are the result of social, cultural, and psychological characteristics gained during the process of becoming a man and a woman in a specific society at a specific moment. അപ്പോൾ ഈ ഒരു masculinity അല്ലെങ്കിൽ femininity എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഉള്ള ഒരു ശാരീരിക പ്രത്യേകത അല്ലെങ്കിൽ സമൂഹം അവരെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും കാണുന്ന ചില പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലാണ് മസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും നമ്മൾ നിർവചിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മസ്കുലിനിറ്റി എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ പറയുന്നത്. മസ്കുലർ ആയിട്ടുള്ള ആളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ചില ആണുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് മസ്കുലർ പവറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഒരു ശാരീരിക പ്രത്യേകതകളൊക്കെ ഭയങ്കര മസ്കുലർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില ആണുങ്ങളിൽ ഫെമിനിറ്റിയുടെ ഒരു ചെറിയ രീതികൾ അല്ലെങ്കിൽ ഭയങ്കര ഒരു മൃദുമായിട്ടുള്ള ശരീരവും കാര്യങ്ങളൊക്കെ ഉള്ള ആൺകുട്ടികളും കാണും. അപ്പൊ ഈ ഒരു ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ മസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും നമുക്ക് നിർവചിക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് masculinity and femininity are the result of social, cultural, and psychological characteristics gained during the process of becoming a man and a woman in a specific society at a specific moment. അതൊന്ന് ഓർത്തിരിക്കുകയും ഒന്ന് അടയാളപ്പെടുത്തുകയും ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഫെമിനിറ്റി എന്താണ്, മസ്കുലിനിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ a gay can also regarded himself as feminine, while a woman can perceive himself as masculine. Individuals validate culturally held definitions of what it means to be male and a female. Institutions such as family, religion, and social systems reinforce that transmit these common meanings. It is likely that individuals will not always conform to the shared cultural conceptions of masculinity and femininity. As a result, a man may perceive himself as feminine, whereas a woman perceive herself a masculine. Rubin has showed the masculinity may be expressed in both men and women's bodies എന്ന് പറയുന്നത്. ഇപ്പം മസ്കുലിനിറ്റി എന്ന് പറയുന്നത് എന്താണ്, വുമൻസ് ബോഡിയിലും അതുപോലെ തന്നെ മെൻസ് ബോഡിയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഒരു പെൺകുട്ടി കുറച്ച് സ്ട്രോങ് ആണ്, അവർ ഭയങ്കര
സ്ട്രോങ് ബോഡി ആണെങ്കിൽ അതിൽ മസ്കുലിൻ ആയിട്ടുള്ള ബോഡിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ ശാരീരിക പ്രത്യേകതകളൊക്കെ നമുക്ക് മസ്കുലിനിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് മസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക: ഡിസ്കസ് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ഓഫ് മസ്കുലിനിറ്റി ഇൻ ഫാമിലി. അപ്പം ഫാമിലിയിൽ പുരുഷാധിപത്യത്തെ കുറിച്ചും അതുപോലെ തന്നെ പുരുഷന്മാരുടെ രീതികള്, അത് ആ ഒരു രീതികളെയും അവരുടെ തീരുമാനങ്ങളെയും സ്ത്രീകൾ എങ്ങനെ വിധേയത്വത്തോടെ കാണുന്നു, ആ രീതികളൊക്കെയാണ് ഇവിടെ പറയാ. Masculinity is a social contrast that changes over time. It changes depending on the culture, location, and situation through remarkable drives. It is created and replicated through the socialization process in which young boys and girls underline the social norms and values deemed acceptable for their roles. The family and the school are the agents in this socialization process. However, masculinity is formed and reproduced in a variety of contexts. The following sections will go through a couple of these types. അപ്പൊ മസ്കുലിനിറ്റി എങ്ങനെയാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലെങ്കിൽ പുരുഷന്മാരെ എങ്ങനെ സ്വാധീനിക്കുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആൺകുട്ടികളായാൽ കരയരുത്, ആൺകുട്ടികളാണെങ്കിൽ കുറച്ച് ധൈര്യം കാണിക്കണം, എല്ലാവരും ആധിപത്യത്തിൽ നിർത്തണം തുടങ്ങിയ കുറെ കാര്യങ്ങൾ നമ്മൾ പുരോഗമനമായിട്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ മസ്കുലിനിറ്റി എന്ന് പറയുന്നത് സ്ത്രീകളെ താഴെ തട്ടിലാക്കാനും അതുപോലെ തന്നെ സ്ത്രീകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളുടെ ജനനം, അതുപോലെ ആൺകുട്ടികള് മാതാപിതാക്കളുടെ അനന്തരാവകാശി ആൺകുട്ടികളാണ് എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പരമ്പരാഗതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ഒരുപാട് സന്തോഷിക്കുന്നതും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഒരുപാട് സന്തോഷിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഫാമിലി ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് മസ്കുലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് എ ഫ്യൂ നേഷൻസ് അറൌണ്ട് ദ വേൾഡ്, ദ മെജോറിറ്റി ഓഫ് സൊസൈറ്റീസ് ആർ patriarchal. It is a household in which the authority is held by a male member of the family, and each family member, male or female, has a function to play. Women have a lower status in the hierarchy, yet they are symbolically significant. It is required for the woman to be impeccably pure. They are regarded to be the ones who uphold the family's reputation. As a result, any guilt felt by a woman in deemed the family disgraces on the man's scheme. To defeat the family honor, man place several restrictions on the family, arranging from clothing to public and private behavior. Family is essential to gender bias because it is a private place. Outside social forces were discouraged from interfering. Family has only recently come under the legal security as a result of feminine aggregation. There are, however, moral standards that can aid in the international of gender bias. Gender bias, gender role, ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം. സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത്, അതുപോലെ തന്നെ പുരുഷന്മാർ ഇങ്ങനെ പെരുമാറണം തുടങ്ങിയ ജെൻഡർ റോളും ജെൻഡർ ബയാസും ഒക്കെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്നുണ്ട് അല്ലെ. സ്ത്രീകൾ എന്ന് പറയുന്നത് ദുർബലരാണെന്നും അവർ ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കീഴിൽ നിൽക്കേണ്ടവരാണെന്നുള്ള ചിന്തകൾ പാരമ്പര്യം മുതലേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല, അവർ കരയാൻ പാടില്ല, അതുപോലെ തന്നെ ധൈര്യമായിട്ടിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുരുഷന്മാരോടും കാലങ്ങളായിട്ട് പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ആ ഒരു സൊസൈറ്റി എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ സൊസൈറ്റി ഈ ഒരു ഇനിക്വാളിറ്റീനെ ഒക്കെ എങ്ങനെ കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഓർത്തിരിക്കുകയും നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പഠിച്ചിരിക്കുകയും കൂടെ ചെയ്യാം. പിന്നെ വരുന്നത് നാഷണലിസം ആൻഡ് മാസ്കുലിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് ദേശീയ തലത്തിലും നമ്മൾ പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ എന്താണ്, നമുക്ക് ഒരു പ്രധാനമന്ത്രി മാത്രമേ സ്ത്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രപതി മാത്രമേ സ്ത്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. ഇന്ന് നമ്മൾ ഒരുപാട് സ്ത്രീ പങ്കാളിത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീ പങ്കാളിത്തത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ടാമത്തെ രാഷ്ട്രപതി വന്നിട്ടുണ്ട്, ദ്രൗപദി മുർമു. അപ്പൊ അതുപോലെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ചൊക്കെ ഈ ഒരു നാഷണൽ ലെവലിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ 10-15 രാഷ്ട്രപതിമാരെ എടുത്തു കഴിഞ്ഞാൽ ഇത് 1-2 ആളുകളൊക്കെ
സ്ത്രീകളായിട്ടുള്ളൂ അല്ലെ. അപ്പൊ ആ രീതിയിൽ പ്രധാനമന്ത്രിമാരായിട്ടാണെങ്കിൽ ഒരു സ്ത്രീ മാത്രമേ ഒരു പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം നാഷണൽ ലെവലിൽ വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ നമുക്ക് 33% അല്ലെങ്കിൽ 30% സംതിങ് സീറ്റുകൾ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകൾ ഇറങ്ങുന്നതിനൊക്കെ അത് കാരണമായിട്ടുണ്ട്. പക്ഷെ ഇന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. Many people have ignored the contributions of women in the national building process. According to feminists, the state power, nationalism, and militarism are all viewed as projects involving masculine institutions, process, and activities. Democracy is understood as a project involving masculine institutions, process, and activities. Nationalism has sprang from masculinized memory, masculinized humanization, and masculinized hope. Writes Chaitanya and law. She also claimed that women are only given a supporting role in nationalist movements and conflicts. In other words, it is males who defend their country, their freedom, and their women. The country, according to Max Weber, it's a community of sentiments that could adequately manifest itself in a state. As a result, nationalism in irrevocable linked to the state and its institutions. The culture and ideology of hegemonic nationalism are based on the fact that men dominate most state institutions and continent to do so. അപ്പൊ അതിനെക്കുറിച്ച് അതായത് നാഷണൽ ലെവലിലുള്ള മസ്കുലിനിറ്റി എന്ന് പറയുന്ന നാഷണലിസം ആൻഡ് മസ്കുലിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റില് സ്ത്രീകളുടെ പങ്കാളിത്തം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണത്തിലും അതുപോലെ തന്നെ നിയമ നിർമ്മാണങ്ങളിലൊക്കെ വളരെയധികം കുറവേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് മസ്കുലിനിറ്റി ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. Men demonstrate their masculinity in a variety of ways and circumstances, with the athletics being one of them. Historically, organized sports are created as a homosocial sphere in which man could engage in masculine activities in a safe space away from the perceived threat of femininity. Young boys who participate in sports are pushed in to represent the specific type of masculinity. They are taught how to develop skills that will lead to sporting success, which is crucial in the lives too of both boys and men. Because sports are defined by masculine ideas, females have less opportunities to participate. Sports, like many other public spaces, have long been associated with the masculinity. This has an impact on determining appropriate sports for children as well as sports that children choose. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയിലും മസ്കുലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ശക്തമാണ്. കാരണം സ്പോർട്സിൽ ഉയർന്ന ആളുകളെല്ലാം എന്താണ് പുരുഷ മേധാവികളാണെന്ന് നമുക്കറിയാം അല്ലെ. പുരുഷ മേധാവിത്വമുള്ള ഒരുപാട് ആളുകൾ ഈ സ്പോർട്സിന്റെ തലപ്പത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രിക്കറ്റിനാണെങ്കിലും മെൻസ് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ക്രിക്കറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുട്ബോൾ ആണെങ്കിലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഏറ്റവും കൂടുതൽ അതിന് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് എന്താണ് എപ്പോഴും പുരുഷന്മാരായിട്ടുള്ള സ്പോർട്സ് താരങ്ങൾക്കാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ കളിക്കുന്ന ക്രിക്കറ്റിനൊക്കെയാണ് കൂടുതൽ കാണികളുള്ളത് അല്ലെ. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു താഴ്ന്ന പദവിയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ സാധിക്കും. Sports are also regarded appropriate for people based on the qualities attributed to man and woman. Gymnastics and figure skating are considered feminine sports, whereas football, boxing, the extreme sports are considered male sports since they involve physical contact, hostility, and aspects of violence. Sports are still a place where aggressive and competitive masculinity thrives. അപ്പൊ അതെന്ന് പറഞ്ഞാൽ മസ്കുലിനിറ്റി സ്പോർട്സും എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മൾ വേറെ സ്പോർട്സുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാരുടെ ക്രിക്കറ്റ് ടീം അതുപോലെ തന്നെ സ്ത്രീകളുടെ ക്രിക്കറ്റ് ടീം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ആർക്കാണ്? പുരുഷന്മാരുടെ ടീമിന് തന്നെയാണ്. അതുപോലെ തന്നെ പണ്ട് മുതലേ സ്പോർട്സ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഒരു മേഖലയായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. സ്ത്രീകൾക്ക് അതിനുള്ള പ്രാധാന്യം വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്പോർട്സിലേക്ക് കടന്നു വരാനായിട്ടുള്ള
അവരുടെ ആ ഒരു കുടുംബത്തിന്റെ സപ്പോർട്ടും വളരെയധികം കുറവാണ്. കാരണം പലരും സ്പോർട്സിലേക്ക് സ്ത്രീകളെ കടത്തിവിടാനായിട്ട് ആഗ്രഹിക്കാറില്ല. എപ്പോഴും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ലൈഫിനൊക്കെ സ്പോർട്സ് വളരെയധികം ദോഷം ചെയ്യുന്നുള്ള രീതിയാണ് അല്ലെങ്കിൽ ആ ചിന്തകളാണ് കുടുംബാംഗങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ എഴുതി വെക്കുക. പിന്നെ മസ്കുലിനിറ്റി ആൻഡ് വയലൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. മസ്കുലിനിറ്റി എന്ന് പറയുന്ന പുരുഷന്മാരുടെ ശാരീരിക പ്രത്യേകത അല്ലെങ്കിൽ പുരുഷന്മാരെന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും ഒക്കെ അബ്യൂസ് ചെയ്യുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള മസ്കുലിനിറ്റിയും വയലൻസും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. മസ്കുലിനിറ്റി ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആർ ലിങ്ക്ഡ് ടു ബി മെയിൽ ഡോമിനന്റ് കൾച്ചർ ഓഫ് വയലൻസ്. Male can be violence to asserts to emphasize their masculinity. From an early ages, boys are thought to be real men with characteristics such as bloodness and willingness to accept risk. In many cultures, violence has been culturally and socially accepted for guys and associated with their masculine identities. Men's violence against women as well as the men violence against women in universal but local manifestations vary. Many variables contributions to domestic violence against women, but one of the most crucial is male authority and female complaints. Women utilize violence to keep girls and women in a position where they have less economic, political, and social power than men. Men utilize violence against their initiate patterns in the home to define their gendered identities and demonstrate power over them. അപ്പോൾ ഈ മസ്കുലിനിറ്റി ആൻഡ് വയലൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്നുള്ള പറഞ്ഞ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും പല സ്ത്രീകളും ഇന്നും ഗാർഹിക പീഡനവും അതുപോലെ തന്നെ സ്ത്രീധന പീഡനവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പല കേസുകളും എന്താണ് പുറത്തേക്ക് വരുന്നില്ല. പല കേസുകളും നമ്മുടെ പുറത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ അത് ആരും അറിയപ്പെടാതെ പോവുകയും ചെയ്യുന്നു. ആരെങ്കിലുമൊക്കെ മരണമടഞ്ഞ ആദ്യം ക്രൂഷ്യലായിട്ട് കൊല്ലപ്പെട്ടാൽ മാത്രമേ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുകയും ഈ ഒരു ഇങ്ങനെ വിമൻസിനെ ഈ ഒരു വയലൻസിന് ഇടയാക്കിയിട്ടുള്ള പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. പല സ്ത്രീകളും ഇന്നും അറിഞ്ഞോ അറിയപ്പെടാതെയുള്ള പല ലൈംഗിക ചൂഷണങ്ങൾക്കും അതുപോലെ തന്നെ ഗാർഹിക പീഡനങ്ങൾക്കും ഇരയാവുന്നുണ്ട്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മുടെ വാർത്തകളിൽ വരുന്ന കാര്യങ്ങളൊക്കെ വളരെ റിയൽ ആണ്. അതെന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് മാത്രമേ അത്തരത്തിൽ വരുന്നുള്ളൂ. പക്ഷേ ഭൂരിഭാഗം പ്രശ്നങ്ങളും ഇന്ന് ആരും അറിയപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആസ് എ റിസൾട്ട് വുമൺ ആർ റെഡ്യൂസ്ഡ് ടു പ്രേ that men acting as active predators. The number of birds killed frequently become the barometer of the man's masculinity, the yardstick by which his peer status is measured. അതുപോലെ തന്നെ സെക്ഷൽ അസൾട്ട് ആൻഡ് റേപ്പ് affect not only women but also men. During times of wars and local armed conflicts, men are frequently subjected to sexualized types of torture as well as violence. In addition, guys is present become victims of male rapes like these take place in jails solely. To exert control and dominance over the other, individuals must carry out their gender responsibilities and adhere to straight conventions. അപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെ, സ്ത്രീകൾക്ക് മാത്രം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പുരുഷന്മാരും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഗേസ് ആയിട്ടുള്ള ആളുകളൊക്കെ മനസ്സിനെ റേപ്പ് ചെയ്തതിന്റെ പേരിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ അങ്ങനെ വരാറുണ്ട് അല്ലേ. അപ്പം ലൈംഗിക വൈകൃതങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ആൺകുട്ടികൾ തന്നെയായിരിക്കും കൂടുതൽ ഇത്തരത്തിലുള്ള ആൺകുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും ഒക്കെ ചൂഷണത്തിന് ഇരയാക്കുന്നത്, ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത് മിക്കപ്പോഴും ആൺകുട്ടികൾ തന്നെയായിരിക്കും, ആണുങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് എഴുതി വെക്കാൻ സാധിക്കും. അപ്പൊ മസ്കുലിനിറ്റിനെ കുറിച്ചും വയലൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് എപ്പോഴും എക്സാമിന് വരാറുണ്ട്. മസ്കുലിനിറ്റി സ്പോർട്സിലും അതുപോലെ തന്നെ മസ്കുലിനിറ്റിയുടെ വയലൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഗേൾസിനെ അണ്ടറിലാക്കി വെക്കുന്നതിലുള്ള ആ ഒരു രീതിയും ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഫാമിലി സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അച്ഛനമ്മമാരുടെ സ്വത്തിന് തുല്യ അവകാശമില്ല അല്ലെ. അത് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ പാരന്റ്സിനൊക്കെ അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള തുകയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. എല്ലാവർക്കും എന്താണ്, പുരുഷന്മാർക്ക് ആ ഒരു കിട്ടുന്ന മാതാപിതാക്കളിൽ നിന്ന് പുരുഷന്മാർക്ക് കിട്ടുന്ന ആ ഒരു സ്ത്രീധനം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഒന്നും ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല.
ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. ഫാമിലി ആസ് ഫ്രം ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്കസ് ഫാമിലി ആസ് എ ഫോം ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫാമിലീസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫങ്ഷണൽ പാർട്ട് ഓഫ് സൊസൈറ്റി. ഫോർ എ ലോങ് time sociologists in India and elsewhere have been fascinated with the family as a social institutions. Sociologists have concentrate on the structural, functional, developmental, and integrative roles that a family plays in the fabric of society. With the work of numerous sociologists all around the world, the study of a family as an institution has developed and evolved. Sociologists have examined diverse forms of family all around the world, including the in family Indian society, as you may have learned in earlier sociology courses. Family studies have been enriched, the explored form and a variety of perspectives. Sociological studies, for example, have looked at the existence of family, social groups, and that organize in marriage. They consist of husband, wife, and children born to their union. They bind members of legal, economic, and religious bonds, as well as duties and privileges, and they provide a network of sexual privileges and prohibitions, the varying degrees of love, respect, and affection according to Levi-Strauss. അപ്പോൾ നമുക്കറിയാം, നല്ല രീതിയിൽ ഉള്ള കുടുംബങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനെയും ഒരുപോലെ കാണുന്നതാണെങ്കിൽ പോലും, പക്ഷെ സ്വത്തിന്റെ കാര്യം വരുമ്പോൾ എന്താണ്, പുരുഷന്മാർക്ക് മാത്രമേ അല്ലെങ്കിൽ ആൺമക്കൾക്ക് മാത്രമേ അവര് സ്വത്ത് ഭാഗം വെക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ അതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഇക്വാലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നല്ല രീതിയിലുള്ള സ്വത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡിഫറെന്റ് ആയിട്ട് പങ്കുവെക്കുന്നത് ഒരു പ്രശ്നം തന്നെയായിട്ട് പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഫാമിലി ഈസ് ഡിഫൈൻഡ് ആൻഡ് mainstream family studies as the unit in which at least two adult people of different sexes live together. They engage in some form of labor division. They engage in a variety of economic and social exchange, which means they help one another. Food, sex, residence, and both products and social activities are among the many things they have in common. The adults have a patterned relationship with their children, just as their children and final relationship with them. The parents have some control over their children and both shares while along, also bearing some responsibility for protection, cooperation, and nurturing. Within the children themselves, there exists a sibling relationship with a variety of obligations to share, protect, and aid one another. Few people would deny that the unit is a family when all of these conditions present. അപ്പൊ അതൊക്കെ നമുക്ക് എക്സാമിന് വരാറുണ്ട് കേട്ടോ. ഈ ഒരു ഫാമിലി കണ്ടീഷനെ കുറിച്ചും അതുപോലെ തന്നെ വുമൻസിന്റെ റൈറ്റ്സിനെ കുറിച്ചും, അതായത് പ്രോപ്പർട്ടി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായിട്ടും ഇപ്പോഴും ഒക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ രീതിയിലാണ് പ്രോപ്പർട്ടി ഷെയർ കൊടുക്കുന്നത്. പുരുഷന്മാർക്ക് ആണ് പ്രോപ്പർട്ടിയുടെ മുഴുവൻ ഷെയറും കൊടുക്കുക, സ്ത്രീകൾക്ക് വളരെ കുറഞ്ഞ ഒരു ഷെയർ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇനി വുമൻസ് റൈറ്റ് ടു ഇൻഹെറിറ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Describe the historical background of women's right to inheritance. In India, women's property rights are not applicable to all communities. It differs from among India's religious grouping. Let us take a quick look at women's property rights. In India, with a focus on the major faiths, the Hindu Succession Act of 1956 governs Hindu women's property rights except for Jammu and Kashmir. This act applies to all India states. Certain Indian communities such as Hindu matrilineal communities, Nambudiri, Brahmins, and tribal communities in the northeastern states of Arunachal Pradesh, Manipur, Meghalaya, Mizoram, and Nagaland have unique provisions under this act. These tribes are governed by their own set of customary rules. This act is based on Miss Mitragesha and to ancient Hindu writings from the 12th century. അപ്പോൾ വുമൻസ് റൈറ്റ് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വുമൻസ് റൈറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ വിമൻസിന് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് പ്രോപ്പർട്ടി ഒന്നും കൊടുക്കാതെ ആൺകുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നതിനെതിരെ ചില കേസുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ കേസുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഹിന്ദു സെക്ഷൻ ആക്ട്
സക്സഷൻ ആക്ട് 1956 എന്ന് പറയുന്ന ഒരു നിയമം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം 1956 കേട്ടോ. അപ്പം ഈ ഒരു വിമൻസ് റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ ആ വിമൻസിനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ മാതാപിതാക്കളുടെ കാലശേഷം ലഭിക്കുന്ന സ്വത്തുക്കളുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹിന്ദു സക്സഷൻ ആക്ട് 1956 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ എക്സാമിന് ആൻസർ എഴുതാനേ. ഇൻ ദ ഇയർ 1956 പാർലമെന്റ് established the Hindu Succession Act. The term Hindu was defined in the act of emphasize Sikhs, Jains and Buddhist other religions communities such as Muslims, Christians, Pharisees and Jews who make up around the quarter of the population is still controlled by their own particular laws and customs regarding women's property rights. അപ്പോൾ ഓരോ മതത്തിലുള്ള ആളുകളും അവരവരുടെ മത നിയമങ്ങൾ അനുസരിച്ച് പെൺകുട്ടികൾക്കും ആൺമക്കൾക്കും പെൺമക്കൾക്കുമുള്ള സ്വത്തിന്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അവരുടെ നിയമസംഹിതയിൽ അല്ലെങ്കിൽ അവരുടെ മതപരമായ നിയമത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ആസ് എ ഡോട്ടർ, സിസ്റ്റർ, വിഡോ ആൻഡ് മദർ ആസ് ഈക്വൽ ആൻഡ് അബ്സല്യൂട്ട് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി വിത്ത് ഫുൾ right of disposal according to the Hindu Succession Act of 1956. Previously, women could not only inherit property as widows or in some situations daughters, but only if for generation of agnatic males were not present, women had limited control over their property under their type of ownership. For example, they may only use the property for their lifetime, and it would revert to the husbands as once they did that. Women did not have the right to alienate property unless it was a legal requirement and religious or philanthropic causes or for the benefit of the estates. Women inheritance rights were the norm in central create communities in states like Kerala, sections of Karnataka and Northeast India, such as Meghalaya. As a result, under the Hindu Succession Act, extraordinary measures were developed to manage women's property rights in matrilineal groups in India. Despite the fact that the 1956 Act was progressive, it did not give women equal inheritance rights. Understanding women's land rights എന്ന് പറയുന്നത് gender discrimination of ownership by present. Chowdhury analyzed the act flows from a gender specific in the following are some of the act's biggest gender inequalities. Women are not allowed to be corporates in Hindu joint families as wives, widows, or unmarried women and daughters slowly possessed maintenance rights on birth. Males become corporates of the Hindu joint family property. അപ്പം ഈ ഒരു ലാൻഡ് റൈറ്റ്സിനെ കുറിച്ചും ആ ഒരു ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളുടെ ലാൻഡ് റൈറ്റ്സിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുന്ന നല്ലതായിരിക്കും. പിന്നെ ദ മുസ്ലിം വുമൺ ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ് കീ പോയിന്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഹിന്ദു സക്സസർ ആക്ട് പോലെ തന്നെ, അതായത് ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം പോലെ തന്നെ ഈ ഒരു മുസ്ലിം വുമൺസിനും അവരുടെ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധമുണ്ട്, അല്ലെങ്കിൽ അവരുടെ മതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. Hanafi school of law is followed the majority of Sunni Muslims groups in India, whereas Shia law is followed by the minor protection of the Muslim community. The three types of has recognized and the Hanafi school of law are: the majority of Quranic successors are female. All male members are referred to be agnatic heirs. Those biological relations who are neither chronic nor agnatic are referred to a distinct kindred. Daughters, children, sons, daughters, children, maternal and paternal aunts, and their offsprings, incomplete and unclear sentence. Under the Muslim personal law, women's right over property is governed in the following manner. അപ്പോൾ ഈ ഒരു മുസ്ലിം പേഴ്സണൽ ലോയിൽ വുമൻസിന്റെ റൈറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ കുറച്ച് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ആസ് എ ഖുറാനിക് portion, if there is only one daughter, she inherits a half share of the descendants of present property. If there are two or more girls but no sons, they will each receive 2/3 parts of the estate, which will be divided evenly. When a son is present, the daughter becomes the agnatic co-share.
receive half of what the son receives. അപ്പോൾ അത് കൃത്യമായിട്ട് മുസ്ലിംസിലും അതുപോലെ തന്നെ ഹിന്ദു സസസർ ആക്ടിലും കൃത്യമായിട്ട് സ്ത്രീകളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വത്തിന് അവകാശമുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നിയമപരമായിട്ട് അവർക്ക് സ്വത്തിന്റെ അവകാശം ലഭിച്ചില്ലെങ്കിൽ അവർക്ക് അതിനെതിരെ പോരാടാനുള്ള അവകാശമുണ്ട്. നിയമത്തിലൂടെ അവർക്ക് വേണമെങ്കിൽ ആ ഒരു സ്വത്ത് കൈക്കലാക്കാനായിട്ട് സാധിക്കും. ഇനി laws governing property rights of other communities എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനില് the Parsi community according to Chowdhury is controlled by Indian successors Act of 1925 that were later changed in 1991 to provide the more gender priority in inheritance other than in Punjab, Himachal Pradesh and the northeastern provinces. Christian communities are controlled by the special provisions of the 1925 Act, which recognize a son and a daughter equally inheritance rights. However, no restrictions to testing have been imposed by this act. അപ്പൊ ഈ ഒരു ലോസ് ഗവേണിംഗ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നതിൽ കൃത്യമായിട്ട് നമ്മൾ എന്താണ് നല്ല രീതിയിൽ കാര്യങ്ങൾ പോകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പല മതങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കും അല്ലെങ്കിൽ പല മതങ്ങളിലും അവരവരുടെ പെൺമക്കൾക്കും ആൺമക്കൾക്കും എങ്ങനെയാണ് സ്വത്ത് വിഭജിച്ച് നൽകേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള അവബോധം ആ ഒരു മതങ്ങളിലുള്ള ലോസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് സ്വത്തുക്കൾ അച്ഛനും അമ്മയുടെയും കാലശേഷം പെൺമക്കൾക്കും അല്ലെങ്കിൽ ആൺമക്കൾക്കും കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയും. പക്ഷെ ഇന്നും എന്താണ് ഇത്തരത്തിലുള്ള ലോസ് ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകളെക്കാൾ കൂടുതൽ സ്വത്തിന്റെ അവകാശം കിട്ടുന്നത് ആൺമക്കൾക്ക് തന്നെയാണ്. നമുക്കറിയാം എപ്പോഴും ആൺമക്കൾക്കാണ് കൂടുതൽ സ്വത്തിന്റെ അവകാശം ലഭിക്കുന്നത്. പിന്നെ വരുന്നത് ജെൻഡർ ആൻഡ് ലേബർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ജെൻഡറും ലേബർ പാർട്ടിസിപ്പേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. Discuss the relation between gender and development. Okay, അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച്. Because female labor force participation in a growth drive participation rates suggest countries potential for faster growth. However, the link between women labor marked participation and larger development results in complicated women's labor force participation by various among development countries are emerging economies more than dozens for men. In the Middle East, North Africa and South Asia, less than 1/3 of the working age women participate, where the East Asia and Sub-Saharan Africa, the number reaches approximately 2/3. Economic growth, growing educational attainment, lower fertility rates, and social standards all contribute to this diversity. As from the labor market, under disparities are more pronounced in developing countries, with the imbalance being greatest in South Asia. Women do a lot of work that isn't counted as labor. Those activities include a variety of democratic tasks such as childcare, cooking, and so on. Women's economic contributions are sometimes undervalued as a result of this unrecorded efforts. This varies by country and culture depending on what social and cultural values and added the job of in order to for it to be regarded economically valuable. അപ്പോൾ ഈ ഒരു ജെൻഡർ ആൻഡ് ലേബർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജെൻഡറും ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം. പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് എന്താണ് ഒരു 2% സ്ത്രീകൾ മാത്രമേ അവര് ജോലി ചെയ്യുന്നുള്ളൂ. ഒരു വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഏകദേശം 2% ആളുകൾ മാത്രമേ പെൺകുട്ടികൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇന്ത്യയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം എന്താണ് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നതിന്റെ എണ്ണം വളരെ കുറവാണ് അല്ലെ. ഇപ്പോൾ കുറെയൊക്കെ കാര്യങ്ങൾ ഇപ്പൊ മെറ്റേണിറ്റി ലീവ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് കുറെയൊക്കെ അധികം സ്ത്രീകൾക്ക് അവരുടെ ജോലി പിന്തുടരാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ മിക്കപ്പോഴും സ്ത്രീകൾ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ ഒരു ഡെലിവറി സമയമൊക്കെ ആകുമ്പോൾ അവരുടെ സ്ത്രീകൾ അവരുടെ ജോലിയിൽ നിന്ന് വിരമിക്കേണ്ട ഒരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ അവരുടെ ജോലി റിസൈൻ ചെയ്യേണ്ട ഒരവസ്ഥ വരികയും അവരുടെ ആ ഒരു ലൈഫ് പിന്നീട് ആ കുഞ്ഞിനെ ബേസ് ചെയ്ത് നിലനിൽക്കുകയും അല്ലെങ്കിൽ അത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും. ഇനി വുമൺ ആൻഡ് ഡെവലപ്മെന്റ് ഗ്ലോബൽ സിനേറിയോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. The United Nations has always taken providence measures to promote gender equality. This can be traced back to United Nations character of 1948 and the Universal Declaration of Human Rights, which asserts that all human beings are born free and equal in dignity and rights, that the rights and freedoms
will not be limited by a person gender. It addressed the concerns through conferences such as the Maxioc City First Women's Conferences in 1975. The അപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ വിമൻ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ വുമൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ യുണൈറ്റഡ് നേഷൻസ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ കൺസെപ്ഷൻ ഓഫ് എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ, ദ വൈനിയ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, the Nairobi forward looking strategies in Beijing platform of action. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ സ്ത്രീകളുടെ വേണ്ടി പങ്കാളിത്തത്തിന് വേണ്ടിയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയൊക്കെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് നടത്തിയിട്ടുള്ള കുറച്ച് മുന്നേറ്റങ്ങളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർമെന്റ് ഓഫ് ഓൾ വുമൺ ആൻഡ് ഗേൾസ് എന്ന് പറയുന്നത് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ അകത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുട്ട് ആൻഡ് എൻഡ് ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ഗേൾസ് അറൌണ്ട് ദ വേൾഡ്. അപ്പൊ എല്ലാ രീതിയിലും പുരുഷന്മാർക്കും സ്ത്രീകളും തമ്മിലുള്ള ഒരു ഇനിക്വാളിറ്റി നിലനിർത്താതെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് ഈ ഒരു 5, അതായത് സ്ത്രീകൾക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വഴി ഒരു നല്ല രീതിയിലുള്ള ഒരു ഇക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ eliminate all forms of public and private violence against all women and girls, including human trafficking and sexual and other forms of exploitation. എല്ലാ രീതിയിലും കൃത്യമായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇക്വാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. അതായത് വുമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ജെൻഡർ സോഷ്യോളജി ഓഫ് ജെൻഡറിൽ നമ്മൾ പറയുന്നത് വുമൻസിനും ഇക്വാലിറ്റി ആവശ്യമാണ്. വുമൻസിന് പുരുഷന്മാരെ പോലെ തന്നെ വിമൻസിനെ പോലെ തന്നെ ഈക്വൽ ആയിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ആസ്വദിക്കാനുമുള്ള ഒരു അവകാശം ഗേൾസിന് കൊടുക്കണം എന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിമൻസ് റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് അവകാശങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കുറേയക്കം നൽകിയത് നമ്മുടെ ഗവൺമെന്റുകളാണ്. പണ്ട് മുതലേ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു സ്വത്തിന്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിൽ ആൺമക്കൾക്കാണ് അവരുടെ പിതാക്കന്മാരുടെ സ്വത്ത് അവർ കൊടുത്തിരുന്നത്, അല്ലെ, കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് പെൺകുട്ടികൾക്കും അതിനുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ഹിന്ദു സക്സസർ ആക്ട് 1956, അതുപോലെ തന്നെ മുസ്ലിംസിന്റെ ആക്ട് ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയുള്ള ഒരു ആക്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ മുസ്ലിംസിലും അതുപോലെ തന്നെ ഹിന്ദുക്കളിലും സ്ത്രീകൾക്ക് അവരുടെ മാതാപിതാക്കളുടെ പ്രോപ്പർട്ടിയിൽ തുല്യമായിട്ടുള്ള അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു പുരുഷന്മാർക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആൺമക്കൾക്ക് മാത്രം സ്വത്ത് കൊടുക്കുന്ന ആ രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കുന്നതിന് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ സഹായകരമായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം നിലനിർത്തുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂണിയന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സമത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് നോക്കാം. ദ ആഫ്രിക്കൻ യൂണിയൻസ് ഡിക്ലറേഷൻ ഓഫ് ദ പ്രൊമോഷൻ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി as a major call, Article 4 of the Constitutive Act impressly states that the African Union shall function according with the promotion of gender equality, making gender equality one of the AU aims in general and African Union's approach to the advancement of women's rights and gender equality, and has been informed by UN frameworks and African continuous special demands. അപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ എങ്ങനെയാണ് നമ്മുടെ ജെൻഡർ റോൾ അല്ലെങ്കിൽ ഗേൾസിന് വേണ്ടിയിട്ടുള്ള സ്വാധീനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗേൾസിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ യുണൈറ്റഡ് നേഷൻസും അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂണിയനും സ്ത്രീ പങ്കാളിത്തത്തിന് വേണ്ടിയും സ്ത്രീകളുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എഴുതി വെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോമൺവെൽത്തും നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. There are four main objectives of the Commonwealth are to establish a clear mandate or gender mainstreaming at all levels, including policy formation, strategic planning, project and program certain and exclusion, performing monitoring, reporting and decision making. As well as give a social transformation program, gender section, corporate legitimate so that they may coordinate and promote gender mainstream activities and encourage gender accountability throughout the organizations. അപ്പോൾ കോമൺവെൽത്ത് എങ്ങനെയാണ് നല്ല രീതിയിൽ
ഗേൾസിന്റെ അല്ലെങ്കിൽ വുമൻസിന്റെ പങ്കാളിത്തത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എക്സാമിനൊക്കെ വരുമ്പോൾ എഴുതി വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ സിനാറിയോയില് വുമൻസ് ഇൻ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളും നമ്മുടെ ഗവൺമെന്റും നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല രാജ്യങ്ങളും അതുപോലെ തന്നെ കോമൺവെൽത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഒക്കെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതും നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കേണ്ടതാണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യൻ സിനോറിയോയിൽ എങ്ങനെയാണ് വുമൻ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് വുമൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.